ഹൂസ്റ്റൺ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെ ഭക്തിയുടെ ആനന്ദത്തിൽ ആറാടിച്ച ഭാഗവത സപ്താഹ യജ്ഞത്തെപ്പറ്റി ഹൂസ്റ്റണിൽ നിന്നും കൃഷ്ണജ കുറുപ്പിന്റെ റിപ്പോർട്ട്. ദിവസേന നടന്ന പാരായണങ്ങൾ ഭാഗവതത്തിന്റെ മഹത്വവും ശ്രീകൃഷ്ണ ഭക്തിയുടെ ആഴവും ഓർമ്മിപ്പിച്ചു. യജ്ഞാചാര്യന്റെ ആത്മീയതയാൽ നിറഞ്ഞ വിവരണങ്ങളിലൂടെ ഭക്തരെ ഭഗവാന്റെ അനുഗ്രഹാനുഭവത്തിലേക്ക് നയിച്ചു. ഭക്തജനങ്ങളുടെ പങ്കാളിത്തവും സമർപ്പിത സേവനവും സപ്താഹത്തെ സമ്പൂർണ്ണ ആത്മീയ ഉത്സവമാക്കി. ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ ഇന്ന് നമുക്ക് ഭക്തി, ജ്ഞാനം, സേവാഭാവം എന്നിവയിലൂടെ ആത്മീയ ജീവിതം നയിക്കുന്ന 1000-ൽ പരം ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടത്തിയ ഭാഗവത ഗായകരത്നം ബ്രഹ്മശ്രീ കിഴക്കേടത്ത് ഹരിനാരായണൻ നമ്പൂതിരിയാണ് നമ്മോടൊപ്പമുള്ളത്. കൂടെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ സുബിൻ ബാലകൃഷ്ണനും നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ശ്രീ ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഈ സപ്താഹ മഹായജ്ഞത്തിന് ചുക്കാൻ പിടിച്ചത് കേരളത്തിൽ തന്നെ വളരെ പ്രസിദ്ധനായ ആചാര്യൻ കൂടിയായ ശ്രീ ഹരിനാരായണൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ കൂടിയായ സഹ ആചാര്യൻ ശ്രീ മുരളീധരൻ നമ്പൂതിരിയുമാണ് ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാനായി ഞാൻ എൻ്റെ കൂടെയുള്ള ആചാര്യൻ ശ്രീ ഹരിനാരായണൻ നമ്പൂതിരിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സദാശിവ സമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എൻ്റെ ഗുരുനാഥനായ ശ്രീ വെൺമണി കൃഷ്ണ നമ്പൂതിരിപ്പാടിൻ്റെയും അതുപോലെ തന്നെ ഞാൻ ആരാധിക്കുന്ന കൃഷ്ണൻ നമ്പൂതിരിയുടെ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിയുടെ ജ്യേഷ്ഠനായിട്ടുള്ള യശശരീരനായിട്ടുള്ള വെൺമണി വിഷ്ണു നമ്പൂതിരിപ്പാടിനെയും മറ്റ് ആചാര്യന്മാരെയും എല്ലാവരെയും ഒന്ന് സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ യജ്ഞത്തിൻ്റെ മധുരമായ സ്മരണകളൊന്ന് പങ്കുവയ്ക്കട്ടെ. വളരെ നവ്യമായൊരനുഭവമായിരുന്നു. കാരണം സംഗീതം, സാഹിത്യം, അതുപോലെ ആനന്ദോത്സവം ഇതൊക്കെ ഈ സപ്താഹത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. പലരും ഓരോ ദിവസം യജ്ഞം കഴിഞ്ഞ് വരുമ്പോൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാറുണ്ടായിരുന്നു. വളരെ ഗംഭീരമായി ഇരിക്കുന്നു. ഇനിയും അടുത്ത യജ്ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഓരോ സുമനസ്സുകളും പറയുമ്പോൾ അതാണ് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഹന്തഭാഗ്യം ജനാനാം. ആ ഗുരുവായൂരപ്പ സാന്നിധ്യം ഹൂസ്റ്റൺ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലും ആ ഭഗവാന്റെ സന്നിധിയിൽ വച്ച് 7 ദിവസം ഭാഗവത കഥകളെ സ്മരിക്കാൻ സാധിച്ചത് വളരെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. യത് കീർത്തനം, യത് സ്മരണം, യദീക്ഷണം എന്ന ഭാഗവത വചനത്തെ സാക്ഷാത്കരിച്ചതുപോലെ ഈ ഭാഗവത സപ്താഹം ശ്രീ ഗുരുവായൂരപ്പന്റെ അനന്ത കൃപാനുഭവമായി ഭക്തഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കും. ഹ്യൂസ്റ്റണിൽ നിന്നും കൃഷ്ണജ കുറുപ്പ്.